നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നോർത്തേൺ അയർലൻഡിൽ കുടിയേറ്റ വംശീയ സംഘർഷം പടരുന്നു. തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ സുഡാൻ സ്വദേശി തദ്ദേശീയനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധാഗ്നി ആളിപ്പടരുന്നു. ബെൽഫാസ്റ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അക്രമികൾ വ്യാപകമായി തീവയ്പും നശീകരണ പ്രവർത്തനങ്ങളും തുടരുന്നു. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ മുൻനിർത്തി ബെൽഫാസ്റ്റിലെ എല്ലാ ബസ് ട്രെയിൻ സർവീസുകളും അടിയന്തരമായി നിർത്തിവെച്ചു. യുകെയിൽ NHS ജീവനക്കാർ ക്യാൻസർ ബാധിക്കാനിടയാക്കുന്ന ഫോർമാൽഡിഹൈഡ് ദിവസേന ഉപയോഗിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ഫോർമാൽഡിഹൈഡുമായി അമിത സമ്പർക്കം മൂലം മൂക്കിലും തൊണ്ടയിലും ക്യാൻസർ രൂപപ്പെടാനും കെമിക്കൽ വഴിയൊരുക്കുന്നതായി ഗവേഷണങ്ങൾ. അപകടകരമായ തോതിൽ കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരുന്നത് പതോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന NHS ജീവനക്കാർക്ക്. ആയിരക്കണക്കിന് NHS ജീവനക്കാർ ദിവസേന ഈ കെമിക്കലുമായി സമ്പർക്കത്തിൽ വരുന്നുവെന്ന് ആശങ്ക. ലണ്ടനിലെ കൗൺസിലുകൾ ഭവനരഹിത കുടുംബങ്ങളെ ദരിദ്ര പ്രദേശങ്ങളിലേക്ക് നിയമവിരുദ്ധമായി നാടുകടത്തുന്നതായി റിപ്പോർട്ട്. ബോൾട്ടൺ, ബ്ലാക്ക്പൂൾ, ഹാർട്ടിൽപൂൾ, കൗണ്ടി ഡർഹം തുടങ്ങിയ വടക്കൻ ഇംഗ്ലണ്ടിലെ ദരിദ്ര നഗരങ്ങളിലെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളെ. ലണ്ടനിലെ കടുത്ത ഭവന പ്രതിസന്ധിയും സ്വകാര്യ വാടക കയറ്റവും മൂലം വലയുന്ന കൗൺസിലുകൾ തങ്ങളുടെ ബാധ്യതകൾ ഒഴിവാക്കാനാണ് ഈ ക്രൂരത കാട്ടുന്നതെന്ന് സൂചന. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത്തരത്തിൽ ലണ്ടന് പുറത്തേക്ക് നിർബന്ധിതമായി മാറ്റപ്പെട്ട ഭവനരഹിതരുടെ എണ്ണം ഇരട്ടിയായതായി വിവരാവകാശ രേഖകൾ. കൗൺസിലുകൾ ഈ രഹസ്യ ഓപ്പറേഷൻ നടത്തുന്നത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയെന്നും ആക്ഷേപം. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണു. പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ച് അമേരിക്ക. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്യായമായ പ്രകോപനത്തിന് ആനുപാതികമായ മറുപടിയാണ് തങ്ങൾ നൽകുന്നതെന്ന് US സെൻട്രൽ കമാൻഡ്. ഹെലികോപ്റ്റർ തകർത്തത് ഇറാനാണെന്ന് ആരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപകടത്തിൽപ്പെട്ട 2 പൈലറ്റുമാരെയും രക്ഷപ്പെടുത്തിയെന്ന് സൂചന. മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങി US സൈന്യം. അമേരിക്കയിൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി $70 ബില്യൺ പ്രത്യേക ധനസഹായ ബിൽ പാസാക്കി US പ്രതിനിധി സഭ. ബിൽ അംഗീകാരം നേടിയത് 214-212 എന്ന നേരിയ ഭൂരിപക്ഷത്തിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പോടെ ഇത് നിയമമാകും. ബില്ലിന്റെ ലക്ഷ്യം ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ കുടിയേറ്റ അതിർത്തി സുരക്ഷാ ഏജൻസികളായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്നിവയ്ക്ക് ആവശ്യമായ ഫണ്ട് ഉറപ്പാക്കുക. റിപ്പബ്ലിക്കൻ പാർട്ടി ബിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഇല്ലാതെയും ബിൽ പാസാക്കാൻ കഴിയുന്ന റീകൺസിലിയേഷൻ നിയമ നടപടി ഉപയോഗിച്ചു. മധ്യപ്രദേശിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. മീനാക്ഷിയുടെ പത്രിക നിരസിച്ചത് തെലങ്കാനയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു എന്ന് ആരോപിച്ചു. നടപടി BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നുമില്ല എന്നും മീനാക്ഷി. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പശ്ചാത്തലം വ്യക്തമാക്കണമെന്ന നിയമത്തിന്റെ വിജയമാണിതെന്ന് പ്രതികരിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരും രാഷ്ട്രീയ വടംവലിയും കൂടുതൽ ശക്തമായി എന്ന് സൂചന. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസ് MP സുഷ്മിത ദേവ് രാജ്യസഭാംഗത്വം രാജിവെച്ചു. സുഷ്മിതയുടെ രാജി മമതയുടെ വിശ്വസ്തനായിരുന്ന സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് ഒരാഴ്ച തികയുന്നതിന് മുൻപ്. സുഷ്മിത ദേവ് 2021 തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് 2019 തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം. പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്കും വിമത നീക്കങ്ങളും ദേശീയ തലത്തിൽ തൃണമൂലിന്റെ പ്രതിച്ഛായയെയും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കരുത്തിനെയും ഗൗരവകരമായി ബാധിച്ചു. തൃണമൂൽ നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായത് വിമത നേതാവ് ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതോടെ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്ന് VD സതീശൻ. അന്തിമ തീരുമാനമുണ്ടായത് ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കും. IAS അഴിച്ചുപണിക്ക് പിന്നാലെ IPS ഉദ്യോഗസ്ഥരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റാൻ സംസ്ഥാന സർക്കാർ. പുതിയ സർക്കാരിന്റെ താൽപര്യത്തിനനുസരിച്ച് മാറ്റാനൊരുങ്ങുന്നത് മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ. സ്ഥലം മാറ്റുക ജില്ലകളുടെ ചുമതല വഹിക്കുന്ന SP-മാർ മുതൽ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ. ADGP-മാരിൽ H വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കും. വാർത്തകൾ വിശദമായി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നോർത്തേൺ അയർലൻഡിൽ കുടിയേറ്റ വംശീയ സംഘർഷം പടരുന്നു. തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ സുഡാൻ സ്വദേശി തദ്ദേശീയനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധാഗ്നി ആളിപ്പടരുന്നു. ബെൽഫാസ്റ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അക്രമികൾ വ്യാപകമായി തീവയ്പും നശീകരണ പ്രവർത്തനങ്ങളും തുടരുകയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നോർത്തേൺ അയർലൻഡിൽ കുടിയേറ്റ വംശീയ സംഘർഷം പടരുന്നു എന്ന് സൂചന. കിഴക്കൻ ബെൽഫാസ്റ്റിലെ ന്യൂ ടൗൺ ആർട്സ് റോഡിൽ പ്രതിഷേധക്കാർ പൊതുഗതാഗത സംവിധാനമായ ഗ്ലൈഡർ ബസ് തടഞ്ഞു നിർത്തി പൂർണ്ണമായി കത്തിച്ചു. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വാണിജ്യ സ്ഥാപനങ്ങളുടെ വലിയ വേസ്റ്റ് ബിന്നുകൾക്ക് തീയിട്ട ശേഷം ബസ്സിലേക്ക് തള്ളിവിടുകയായിരുന്നു. ന്യൂ ടൗൺ ആർട്സ് റോഡിനോട് ചേർന്നുള്ള ലെൻഡ്രക്ക് സ്ട്രീറ്റിൽ നിരവധി വീടുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും അക്രമികൾ തീയിട്ടു. തീപടർന്ന വീടുകളിൽ നിന്ന് താമസക്കാരെ നോർത്തേൺ അയർലൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അക്രമികൾ കത്തുന്ന വേസ്റ്റ് ബിൻ വീടുകളുടെ മുൻവാതിലിലേക്ക് ചാരിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നഗരത്തിലെ വിദേശ ഉടമസ്ഥതയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളും കടകളും അടിച്ചു തകർത്തു. അക്രമ സംഭവങ്ങൾ മറ്റു കൗണ്ടികളിലേക്കും വ്യാപിക്കുകയാണ്. കൗണ്ടി അർമാഗിലെ പോർട്ട് ടൗണിൽ നിരവധി കാറുകൾക്ക് തീയിട്ടു. പ്രദേശത്തെ റോഡുകൾ കത്തുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധക്കാർ ഉപരോധിച്ചു. ഇവിടെ പോലീസിന്റെ ഒരു സ്ക്വാഡ് കാറും അക്രമികൾ അഗ്നിക്കിരയാക്കി. ഇതിനു പുറമെ കൗണ്ടി ആൻഡ്രിങ്ങിലെ ബാലിക്ലെയറിൽ ഒരു ടർക്കിഷ് ബാർബർ ഷോപ്പ് അക്രമികൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ട്രാൻസ്ലിങ്ക് ബെൽഫാസ്റ്റിലെ എല്ലാ ബസ് ട്രെയിൻ സർവീസുകളും അടിയന്തരമായി നിർത്തിവെച്ചു. ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ബെൽഫാസ്റ്റിൽ ആക്രമണത്തിനിരയായ വ്യക്തിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. നിലവിലുള്ള സാമൂഹിക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യവിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഡാൻ സ്വദേശിയായ 30-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ വധശ്രമം, മാരകായുധം കൈവശം വയ്ക്കൽ, വധഭീഷണി മുഴക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു. അക്രമി യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് യുകെയിലുടനീളം അഭയാർത്ഥി കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനമുണ്ടായത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ, എഡിൻബറോ കൂടാതെ സതാംപ്ടൺ എന്നിവിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അഭയാർത്ഥി വിരുദ്ധ പ്രതിഷേധങ്ങളുടെ മറവിൽ സാധാരണക്കാരുടെ വീടുകൾക്ക് തീയിടുകയും വിദേശികളെ ലക്ഷ്യമിട്ട് അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന സംഭവങ്ങളെ അധികൃതർ അപലപിച്ചു. NHS ജീവനക്കാരെ ക്യാൻസർ ബാധിക്കുന്നതിലേക്ക് തള്ളിവിടുന്ന കെമിക്കൽ ദിവസേന ഉപയോഗിക്കേണ്ടി വരുന്നതിനെതിരെ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യം. പതോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന NHS ജീവനക്കാർ അപകടകരമായ തോതിൽ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കേണ്ടി വരുന്നുവെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. യുകെയിൽ ആശുപത്രികളിൽ ഡിസ്ഇൻഫെക്റ്റന്റായി ജോലി ചെയ്യുന്ന ഫോർമാൽഡിഹൈഡ് പതോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന NHS ജീവനക്കാർ അപകടകരമായ തോതിൽ ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന് വ്യക്തമാക്കി വിവരാവകാശ രേഖ. NHS ജീവനക്കാരെ ക്യാൻസർ ബാധിക്കുന്നതിലേക്ക് തള്ളിവിടുന്ന കെമിക്കലാണ് ഇതെന്നാണ് റിപ്പോർട്ട്. കൂടാതെ ലാബുകളിൽ ടിഷ്യൂ സാമ്പിളുകൾ സൂക്ഷിക്കാനും ഈ കെമിക്കൽ ആവശ്യമാണ്. ആയിരക്കണക്കിന് NHS ജീവനക്കാർ ദിവസേന ഈ കെമിക്കലുമായി സമ്പർക്കത്തിൽ വരുന്നു എന്നാണ് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ട്. ഫോർമാൽഡിഹൈഡ് തുടർച്ചയായി ശ്വസിക്കുന്നത് മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും രൂപപ്പെടാം. ശ്വാസകോശാരോഗ്യം, ഫെർട്ടിലിറ്റി എന്നിവയെ തകരാറിലാക്കാൻ ഇത് ഇടയാക്കും. ഇതിനു പുറമെ മൂക്കിലും തൊണ്ടയിലും ക്യാൻസർ രൂപപ്പെടാനും കെമിക്കൽ വഴിയൊരുക്കുന്നതായി ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ലുക്കീമിയ, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്നിവ നേരിടേണ്ടി വരുമെന്ന് തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ആവശ്യത്തിന് വെന്റിലേഷൻ ഇല്ലാത്ത ലാബുകളിൽ ഈ കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരുന്ന NHS ജീവനക്കാർ അപകടത്തിലാകുമെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. ലണ്ടനിലെ കൗൺസിലുകൾ അതീവ ദുർബലാവസ്ഥയിലുള്ള ഭവനരഹിത കുടുംബങ്ങളെ നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള ദരിദ്ര പ്രദേശങ്ങളിലേക്ക് നിയമവിരുദ്ധമായി നാടുകടത്തുന്നതായി ഗാർഡിയൻ പത്രത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ സ്ത്രീകളും കുട്ടികളും അഭയാർത്ഥികളും അടങ്ങുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് ബോൾട്ടൺ, ബ്ലാക്ക്പൂൾ, ഹാർട്ടിൽപൂൾ, കൗഡി ഡർഹം തുടങ്ങിയ വടക്കൻ ഇംഗ്ലണ്ടിലെ ദരിദ്ര നഗരങ്ങളിലെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്. ലണ്ടനിലെ കൗൺസിലുകൾ അതീവ ദുർബലാവസ്ഥയിലുള്ള ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ സ്ത്രീകളും കുട്ടികളും അഭയാർത്ഥികളും അടങ്ങുന്ന നൂറുകണക്കിന് ഭവനരഹിത കുടുംബങ്ങളെ ബോൾട്ടൺ, ബ്ലാക്ക്പൂൾ, ഹാർട്ടിൽപൂൾ, കൗണ്ടി ഡർഹം തുടങ്ങിയ വടക്കൻ ഇംഗ്ലണ്ടിലെ ദരിദ്ര നഗരങ്ങളിലെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് നിയമവിരുദ്ധമായി നാടുകടത്തുന്നതായി റിപ്പോർട്ട്. ലണ്ടനിലെ കടുത്ത ഭവന പ്രതിസന്ധിയും സ്വകാര്യ വാടക കയറ്റവും മൂലം വലയുന്ന കൗൺസിലുകൾ തങ്ങളുടെ ബാധ്യതകൾ ഒഴിവാക്കാനാണ് ഈ ക്രൂരത കാട്ടുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത്തരത്തിൽ ലണ്ടന് പുറത്തേക്ക് നിർബന്ധിതമായി മാറ്റപ്പെട്ട ഭവനരഹിതരുടെ എണ്ണം ഇരട്ടിയായതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഭവനരഹിതർക്ക് സ്വന്തം പ്രദേശത്തോ അതിനടുത്തോ താമസം ഒരുക്കണമെന്നും മറ്റു കൗൺസിലുകളുടെ പരിധിയിലേക്ക് മാറ്റുകയാണെങ്കിൽ നിയമപരമായി അവരെ മുൻകൂട്ടി അറിയിക്കണമെന്നുമാണ് ചട്ടം. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി വൻതുകയ്ക്ക് സ്വകാര്യ ഏജൻസികളെ കരാർ ഏൽപ്പിച്ചാണ് കൗൺസിലുകൾ ഈ രഹസ്യ ഓപ്പറേഷൻ നടത്തുന്നത്. പല കുടുംബങ്ങളെയും അർദ്ധരാത്രിയിൽ ടാക്സികളിൽ കയറ്റി തികച്ചും അപരിചിതമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷ ശരിയായി അറിയാത്ത, നിയമപരമായി പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത അഭയാർത്ഥികളായ കുടുംബങ്ങളെയാണ് കൗൺസിലുകൾ ഇതിനായി പ്രധാനമായും ഇരയാക്കുന്നത്. ഈ സ്ഥലം മാറ്റ നിർദ്ദേശങ്ങൾ നിരസിച്ചാൽ തങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട് തെരുവിലാകേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഭൂരിഭാഗം പേരും ഇതിന് വഴങ്ങുന്നത്. ലണ്ടൻ കൗൺസിലുകളുടെ ഈ ഏകപക്ഷീയമായ നടപടി വടക്കൻ ഇംഗ്ലണ്ടിലെ പ്രാദേശിക സമൂഹങ്ങളിൽ വലിയ പ്രതിഷേധത്തിനും സാമൂഹിക സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സ്വന്തം നഗരത്തിലെ പ്രതിസന്ധി മറ്റൊരു ദരിദ്ര ജനവിഭാഗത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ നയം തികച്ചും മനുഷ്യത്വരഹിതമാണെന്ന് ഹാർട്ടിൽപൂൾ MP ജോനാഥൻ ബ്രാഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ചാരിറ്റി സംഘടനകളും കുറ്റപ്പെടുത്തി. അടിസ്ഥാന സൗകര്യങ്ങളോ ഫർണിച്ചറുകളോ പോലും ഇല്ലാത്ത വീടുകളിൽ എത്തുന്ന ഇവർക്ക് യാതൊരുവിധ പിന്തുണ സംവിധാനങ്ങളും ലഭിക്കുന്നില്ല. എന്നാൽ ലണ്ടനിലെ ഉയർന്ന വാടകയും ലഭ്യമായ സോഷ്യൽ ഹൗസിംഗിന്റെ കുറവും മൂലമാണ് പ്രശ്നം രൂക്ഷമായതെന്നും തങ്ങൾ നിയമലംഘനം നടത്തിയിട്ടില്ല എന്നുമാണ് കൗൺസിലുകളുടെ വിശദീകരണം. യുകെയിലെ പ്രമുഖ സർവകലാശാലകളിൽ അന്താരാഷ്ട്ര ബിരുദ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസിൽ വൻ വർധനവ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ.
വരുന്ന 4 വർഷത്തിനുള്ളിൽ ഫീസിൽ 29% വരെ വർധനവ് വരുത്താനാണ് മുൻനിര സർവകലാശാലകൾ പദ്ധതിയിടുന്നത്. യുകെയിലെ പ്രമുഖ സർവകലാശാലകളിൽ അന്താരാഷ്ട്ര ബിരുദ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസിൽ വരുന്ന 4 വർഷത്തിനുള്ളിൽ 29% വരെ വർധനവ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട വിശകലന റിപ്പോർട്ടുകൾ പ്രകാരം പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഈ ശരത്കാലം മുതൽ മെഡിസിൻ കോഴ്സിന് ചേരുന്ന വിദേശ വിദ്യാർത്ഥികൾ തങ്ങളുടെ 6 വർഷത്തെ പഠനത്തിനായി കുറഞ്ഞത് 4,56,000 പൗണ്ട് ട്യൂഷൻ ഫീസായി മാത്രം നൽകേണ്ടി വരും. യുകെയിലെ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കുകൾ കൃത്യമായി നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിദേശത്ത് നിന്നും എത്തുന്നവർക്ക് ഓരോ കോഴ്സിനും സ്ഥാപനങ്ങൾക്കും അനുസരിച്ച് ഫീസിൽ വലിയ വ്യത്യാസമുണ്ട്. മുൻനിര സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ ശരാശരി വാർഷിക ട്യൂഷൻ ഫീസ് 2028-29 ഏകദേശം 34,700 പൗണ്ടായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. കേംബ്രിഡ്ജിൽ മെഡിസിൻ, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രമുഖ കോഴ്സുകൾക്ക് സ്വദേശി വിദ്യാർത്ഥികളെക്കാൾ 9 മടങ്ങ് വരെ ഉയർന്ന തുകയാണ് വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലും സയൻസ്, എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ വാർഷിക ഫീസ് 62,820 പൗണ്ടായി വർദ്ധിച്ചിട്ടുണ്ട്. തുക ഉയർന്നതോടെ സാധാരണക്കാരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യുകെയിലെ പ്രമുഖ സർവകലാശാലകളിലെ പഠനം ഇനി കടുത്ത സാമ്പത്തിക ബാധ്യതയാകും. സ്വദേശി വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് വർഷങ്ങളായി മരവിപ്പിച്ചു നിർത്തിയത് മൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് സർവകലാശാലകൾ വിദേശ വിദ്യാർത്ഥികളെ വലിയ തോതിൽ ആശ്രയിക്കുന്നത്. ഈ ഫീസ് വർധനവ് സാധാരണക്കാർക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണെങ്കിലും ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇത്തരം പ്രമുഖ സ്ഥാപനങ്ങളിലെ കോഴ്സുകൾക്ക് ആവശ്യക്കാർ ഏറെയായതിനാലാണ് ഫീസ് ഉയർത്തുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഉയർന്ന ഫീസിൽ നിന്നുള്ള വരുമാനമാണ് സർവകലാശാലകളിലെ ഗവേഷണങ്ങൾക്കും ഉയർന്ന നിലവാരം നിലനിർത്തുന്നതിനും ഉപയോഗിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികളിൽ നിന്നുള്ള വരുമാനം യുകെയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. കടുത്ത തൊഴിലില്ലായ്മ പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടനിലെ യുവാക്കൾക്ക് ആശ്വാസമായി മാർക്ക് ആൻഡ് സ്പെൻസർ പുതിയ പരിശീലന പദ്ധതി പ്രഖ്യാപിച്ചു. അടുത്ത 18 മാസത്തിനുള്ളിൽ 1000 യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദീർഘ ഇടവേളയ്ക്ക് ശേഷമാണ് M&S ഇത്തരമൊരു വിപുലമായ പരിശീലന പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ബ്രിട്ടനിൽ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ യുവജന തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 16 മുതൽ 24 വയസ്സ് വരെയുള്ളവരിൽ 8-ൽ ഒരാൾ വീതം തൊഴിലില്ലായ്മ നേരിടുന്നുവെന്നാണ് കണക്ക്. നൂറുകണക്കിന് അപേക്ഷകൾ നിരസിച്ചിട്ടും ഒരു ഇന്റർവ്യൂ വിളി പോലും ലഭിക്കാതെ കാത്തിരിക്കുന്ന യുവാക്കളും ഏറെയാണ്. 6 മാസത്തെ പരിശീലനത്തിലൂടെ സൂപ്പർവൈസർ, മാനേജ്മെന്റ് തസ്തികകളിലേക്കുള്ള തൊഴിൽ സാധ്യത ഒരുക്കുന്നതാണ് M&Sന്റെ പദ്ധതി. ഡിഗ്രി നിർബന്ധമല്ല എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. യുകെയിലും അയർലൻഡിലും താമസിക്കുന്ന യുവാക്കൾക്ക് അപേക്ഷിക്കാം. എൻട്രി ലെവൽ ജോലികൾ പലതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈയടക്കുന്നതാണ് യുവാക്കളുടെ തൊഴിൽ സാധ്യതകൾ കുറയാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. AI സൃഷ്ടിക്കുന്ന പുതിയ തൊഴിലവസരങ്ങൾ അതിലൂടെ ഇല്ലാതാകുന്ന ജോലികളുടെ 4-1 പോലും വരില്ല എന്ന വിലയിരുത്തലും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും ജോലിയിൽ തുടരുന്നവരുടെ എണ്ണം കൂടുന്നതും യുവാക്കളുടെ പ്രവേശന അവസരങ്ങൾ കുറയ്ക്കുന്ന മറ്റൊരു ഘടകമാണ്. വർദ്ധിച്ച ജീവിത ചെലവ് നേരിടാൻ വിരമിക്കൽ പ്രായം കഴിഞ്ഞവരും ജോലി തുടരേണ്ടി വരുന്ന സാഹചര്യമാണ് യുകെയിൽ നിലനിൽക്കുന്നത്. പഠനം പൂർത്തിയാക്കി 18 മാസത്തിനകം ജോലി ലഭിക്കാത്തവർക്ക് ശമ്പളത്തോടെയുള്ള വർക്ക് പ്ലേസ്മെന്റ് ഉറപ്പാക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ വാഗ്ദാനം ഇതുവരെ പ്രായോഗിക നടപടികളിലേക്ക് എത്തിയില്ല. തൊഴിലിലോ വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ഇല്ലാത്ത യുവാക്കളെ ബ്രിട്ടനിൽ നീഡ്സ് എന്നാണ് വിളിക്കുന്നത്. നോട്ട് ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ഓർ ട്രെയിനിങ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് നീറ്റ്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുപ്രകാരം ബ്രിട്ടനിൽ നിലവിൽ 10,12,000 യുവാക്കൾ ഈ വിഭാഗത്തിൽ പെടുന്നു. രാജ്യത്തെ മൊത്തം യുവജന സംഖ്യയുടെ 13.5%. ഇവരിൽ 6,13,000 പേർ തൊഴിലന്വേഷകരല്ലാത്ത സാമ്പത്തികമായി നിർജീവ വിഭാഗത്തിൽ പെടുന്നു. ഏകദേശം 4 ലക്ഷം പേരാണ് ജോലി തേടിക്കൊണ്ടിരിക്കുകയും അവസരം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത്. ലോകശാന്തിക്കും മാനവൈക്യത്തിനുമായി ശ്രീനാരായണ ഗുരുദർശനം യൂറോപ്പിലേക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും സന്ദേശവും പരിചയപ്പെടുത്തുന്ന ചരിത്രപരമായ പരിപാടി ജർമ്മനിയിൽ സംഘടിപ്പിച്ച് മലയാളിയായ ഡോക്ടർ വരുൺ ആർ.കെ. യൂറോപ്പിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരു ലൈബ്രറി ഗുരുവിന്റെ ചിന്തകൾ, കൃതികൾ, ആത്മീയ സംഭാവനകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ശ്രീനാരായണ ഗുരു റിസർച്ച് സെന്റർ എന്നിവ ആരംഭിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിച്ച് സമാധാനവും സൗഹാർദ്ദവും മാനവ ഐക്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജർമ്മനിയിൽ നിന്നുള്ള ഈ തുടക്കം. യൂറോപ്പിലെ ഏറ്റവും വലിയ ആശ്രമങ്ങളിൽ ഒന്നായ യോഗവിദ്യയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും സന്ദേശവും പരിചയപ്പെടുത്തുന്ന ചരിത്രപരമായ പരിപാടി ജർമ്മൻ മലയാളിയായ ഡോക്ടർ വരുൺ ആർ.കെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ജർമ്മൻ ഭക്തജനങ്ങൾ, ആത്മീയാന്വേഷികൾ തുടങ്ങി ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ പിന്തുടരുന്നവർ പങ്കെടുത്ത ചടങ്ങിൽ ഗുരുദേവന്റെ സാർവമാനവിക സന്ദേശം, സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങൾ,
ആത്മീയ ദർശനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അവതരണവും നടന്നു. ഗുരുദേവന്റെ ജീവിതവും ദർശനവും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ പഠിക്കാനും അറിയാനും വിദേശികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായി സംഘാടകർ വ്യക്തമാക്കി. മനുഷ്യനെ മനുഷ്യനായി കാണുക, സ്നേഹവും സാഹോദര്യവും വളർത്തുക എന്ന ഗുരുദേവ സന്ദേശം ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നതിനുള്ള അന്തർദേശീയ പ്രസ്ഥാനത്തിനാണ് യൂറോപ്പിന്റെ ഭൂമിയിൽ തുടക്കമായിരിക്കുന്നത്. ആനന്ദ് ജീവി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് ജീവി അവാർഡ്. യുകെയിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗാലപ്പ് പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് ജീവി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 യുകെയിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിനു പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ച് അമേരിക്ക. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്യായമായ പ്രകോപനത്തിന് ആനുപാതികമായ മറുപടിയാണ് തങ്ങൾ നൽകുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് അമേരിക്കൻ കരസേനയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഹെലികോപ്റ്റർ തകർത്തത് ഇറാനാണെന്ന് ആരോപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് തക്കതായ മറുപടി നൽകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപകടത്തിൽപ്പെട്ട 2 പൈലറ്റുമാരെയും രക്ഷപ്പെടുത്തിയതായാണ് വിവരം. മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ US സൈന്യം ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യം ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ പുതിയ സൈനിക നീക്കം. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കുമെന്നും US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അമേരിക്കയിൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി $70 ബില്യൺ പ്രത്യേക ധനസഹായ ബിൽ US പ്രതിനിധി സഭ പാസാക്കി. 214-212 എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ് ബിൽ അംഗീകാരം നേടിയത്. ഇനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പോടെ ഇത് നിയമമാകും. ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ കുടിയേറ്റ അതിർത്തി സുരക്ഷാ ഏജൻസികളായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്നിവയ്ക്ക് ആവശ്യമായ ഫണ്ട് ഉറപ്പാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. അമേരിക്കയിൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി $70 ബില്യൺ പ്രത്യേക ധനസഹായ ബിൽ 214-212 എന്ന നേരിയ ഭൂരിപക്ഷത്തിൽ US പ്രതിനിധി സഭ പാസാക്കി. ബില്ലിൽ ICEക്ക് $38 ബില്യൺ, ബോർഡർ പെട്രോളിന് $26 ബില്യൺ, മറ്റു അടിയന്തര ചെലവുകൾക്കായി $5 ബില്യൺ അനുവദിച്ചിട്ടുണ്ട്. കുടിയേറ്റ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ഏജന്റുമാരുടെ നടപടികളിൽ 2 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ഡെമോക്രാറ്റുകൾ ശക്തമായ എതിർപ്പ് ഉയർത്തിയിരുന്നു. ICEയുടെയും CBPയുടെയും പ്രവർത്തന രീതിയിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന ആവശ്യവുമായി അവർ ധനസഹായം തടഞ്ഞതോടെ ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ ഭാഗിക പ്രവർത്തനം മാസങ്ങളോളം പ്രതിസന്ധിയിലായിരുന്നു. ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഇല്ലാതെയും ബിൽ പാസാക്കാൻ കഴിയുന്ന റീകൺസിലിയേഷൻ നിയമ നടപടി ഉപയോഗിച്ചാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ബിൽ മുന്നോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞ ആഴ്ച സെനറ്റും 52-47 വോട്ടിനാണ് ബിൽ അംഗീകരിച്ചത്. എല്ലാ ഡെമോക്രാറ്റ് അംഗങ്ങളും ബില്ലിനെ എതിർത്തിരുന്നു. ബിൽ പാസ്സായതിന് പിന്നാലെ ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ഡെമോക്രാറ്റുകളെ വിമർശിച്ചു. കോൺഗ്രസിലെ നീണ്ട രാഷ്ട്രീയ തർക്കത്തിന് ഇതോടെ വിരാമമായെന്നും ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉറപ്പായെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാജരേഖ ചമച്ചും വിവരങ്ങൾ മറച്ചുവെച്ചും US പൗരത്വം നേടിയെന്ന ആരോപണത്തിൽ ഇന്ത്യൻ വംശജനായ കമ്പനി CEO ഉൾപ്പെടെ 17 പേരുടെ പൗരത്വം റദ്ദാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപടി തുടങ്ങി. തെറ്റായ വിവരങ്ങൾ നൽകി പൗരത്വം നേടിയ വിദേശ വംശജരെയും ഗുരുതരമായ ലൈംഗിക അക്രമ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെയുമാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൗരത്വ റദ്ദാക്കൽ നടപടികളിൽ ഒന്നാണിതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വ്യാജരേഖകൾ ചമച്ചും വിവരങ്ങൾ മറച്ചുവെച്ചും പൗരത്വം നേടിയ 17 പേർക്കെതിരെ പൗരത്വം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായി US നീതിന്യായ വകുപ്പ് അറിയിച്ചു. വ്യാജരേഖകൾ സൃഷ്ടിച്ചവർക്ക് പുറമെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, സാമ്പത്തിക തട്ടിപ്പുകൾ, കുടിയേറ്റ തട്ടിപ്പുകൾ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാവുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തവരാണ് ഈ പട്ടികയിലുള്ളതെന്ന് വകുപ്പ് വ്യക്തമാക്കി. ന്യൂജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമയും സിഇഒയുമായ ഇന്ത്യൻ വംശജനായ വ്യവസായി നീരജ് ശർമ്മയും പട്ടികയിലുണ്ട്. പ്രമുഖ ആഗോള ധനകാര്യ സ്ഥാപനത്തിൽ വിദേശ ജീവനക്കാർക്ക് ജോലി നൽകാനെന്ന വ്യാജേന 11 H-1B വിസ അപേക്ഷകളിൽ നീരജ് ശർമ്മ ഒപ്പുവെച്ച് സമർപ്പിച്ചതായാണ് നീതിന്യായ വകുപ്പിന്റെ കണ്ടെത്തൽ. കമ്പനി എക്സിക്യൂട്ടീവുകളുടെ വ്യാജ ഒപ്പുകളും വ്യാജരേഖകളും നിർമ്മിച്ചാണ് ഇയാൾ ഈ അപേക്ഷകൾ തയ്യാറാക്കിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്.
ഇതിനു പുറമെ 2017 പൗരത്വത്തിനായി അപേക്ഷിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന കുറ്റവും ഇയാളുടെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. താൻ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നും കുടിയേറ്റ ആനുകൂല്യങ്ങൾക്കായി കള്ളം പറഞ്ഞിട്ടില്ല എന്നും ഇയാൾ സത്യപ്രസ്താവന നടത്തിയിരുന്നു. തുടർന്ന് 2017 ഡിസംബറിലാണ് ഇയാൾക്ക് പൗരത്വം ലഭിക്കുന്നത്. എന്നാൽ 2015നും 2017നും ഇടയിൽ നടത്തിയ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നീരജ് ശർമ്മ പിന്നീട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകി പൗരത്വം നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. ഈ പശ്ചാത്തലത്തിൽ ഇയാളുടെ പൗരത്വം റദ്ദാക്കാനാണ് നീതിന്യായ വകുപ്പ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.37 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 95.15 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.9 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.24 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. തെലങ്കാനയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു എന്നാരോപിച്ചാണ് അധികൃതർ മീനാക്ഷിയുടെ പത്രിക നിരസിച്ചത്. മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തെലങ്കാനയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു എന്നാരോപിച്ച് തള്ളിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ നടപടി BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നുമില്ല എന്നും മീനാക്ഷി പറഞ്ഞു. അതേസമയം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പശ്ചാത്തലം വ്യക്തമാക്കണമെന്ന നിയമത്തിന്റെ വിജയമാണിതെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രതികരിച്ചു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരും രാഷ്ട്രീയ വടംവലിയും ഈ സംഭവത്തിലൂടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. മധ്യപ്രദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചുള്ള നേതാക്കളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മധ്യപ്രദേശിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ BJP കൃത്രിമം കാണിച്ചതായും മീനാക്ഷി നടരാജൻ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു. മധ്യപ്രദേശ് നിയമസഭയിൽ ആവശ്യമായ അംഗബലം ഇല്ലാതിരുന്നിട്ടും BJP മൂന്നാമതൊരു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചതെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മീനാക്ഷി പറഞ്ഞു. ക്രോസ് വോട്ടിങ്ങിലൂടെയും രാഷ്ട്രീയ കൂറുമാറ്റത്തിലൂടെയും വിജയം ഉറപ്പിക്കാമെന്നാണ് ഭരണകക്ഷി ആദ്യം കരുതിയിരുന്നതെങ്കിലും എന്നാൽ കോൺഗ്രസിന്റെ ഐക്യം തകർക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ തന്ത്രം മാറ്റുകയായിരുന്നുവെന്നും അവർ ആരോപിച്ചു. മുഴുവൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയും ഐക്യത്തോടെ നിൽക്കുന്നതും എല്ലാ MLA-മാരും ഒപ്പമുണ്ട് എന്നും കണ്ടപ്പോൾ ഞങ്ങളെ നേരിടാൻ അവർ മെനഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നമാണിതെന്ന് അവർ പറഞ്ഞു. തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട വിഷയം വെറും നിയമപരമായ നോട്ടീസ് മാത്രമാണെന്നും അതൊരു ക്രിമിനൽ കേസ് അല്ല എന്നും നടരാജൻ ആവർത്തിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് MP സുഷ്മിത ദേവ് രാജ്യസഭാംഗത്വം രാജിവെച്ചു. മമതയുടെ വിശ്വസ്തനായിരുന്ന സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് അടുത്ത രാജി. മുൻപ് അസമിലെ സിൽച്ചറിൽ നിന്നുള്ള കോൺഗ്രസ് ലോക്സഭാ MP ആയിരുന്നു സുഷ്മിത ദേവ്. 2019 തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് 2021 തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. പാർട്ടിയിൽ അതിവേഗം ഉയർന്നു വന്ന അവർ ദേശീയ വക്താവായും പിന്നീട് രാജ്യസഭാംഗമായും നിയമിതയായിരുന്നു. മമതയുടെ വിശ്വസ്തയായിരുന്ന സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് ഒരാഴ്ച തികയുന്നതിന് മുൻപ് തൃണമൂൽ കോൺഗ്രസിനെ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് MP സുഷ്മിത ദേവ് രാജ്യസഭാ അംഗത്വം രാജിവെച്ചു. പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്കും വിമത നീക്കങ്ങളും ദേശീയ തലത്തിൽ തൃണമൂലിന്റെ പ്രതിച്ഛായയെയും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കരുത്തിനെയും ഗൗരവകരമായി ബാധിച്ചിട്ടുണ്ട്. മമതയുടെ പാർട്ടിയിലെ ആധിപത്യം കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിമത നേതാവ് ഋതബ്രത ബാനർജിക്ക് 61 MLA-മാർ പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതോടെ തൃണമൂൽ നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് പാർലമെന്റിലേക്കും ഈ ആഭ്യന്തര തർക്കം വ്യാപിച്ചിരിക്കുന്നത്. തൃണമൂലിന്റെ 20ഓളം ലോക്സഭാ MP-മാർ ഇതിനോടകം NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് രാജ്യസഭയിലും കൊഴിഞ്ഞുപോക്ക്. ജമ്മു കാശ്മീരിലെ സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഐരോളി സ്വദേശി ചവാൻ വിക്രം ബാലകൃഷ്ണ, ഷാപ്പൂർ സ്വദേശി അർജുൻ ജാദവ് രാജീന്ദ്ര എന്നിവരാണ് മരിച്ചത്. ബാരാമുള്ള ജില്ലയിലുള്ള ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് സംഭവം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അപകടം നടന്നത്. അബദ്ധത്തിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നതാണ് വിവരം. ജമ്മു കാശ്മീരിലെ സ്ഫോടനത്തിൽ മഹാരാഷ്ട്രയിലെ ഐരോളി സ്വദേശി ചവാൻ വിക്രം ബാലകൃഷ്ണ, ഷാപ്പൂർ സ്വദേശി അർജുൻ ജാദവ് രാജീന്ദ്ര എന്നീ 2 സൈനികർ കൊല്ലപ്പെട്ടു. അബദ്ധത്തിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് വിവരം. ഉറിയിലെ കമൽകോട്ട് മേഖലയിലുള്ള സൈനിക ക്യാമ്പിലുണ്ടായ സ്ഫോടനത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ വ്യോമമാർഗം ശ്രീനഗറിലെ ബദാമി ബാഗ് കന്റോൺമെന്റിലുള്ള സൈനിക ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇരുവരും മരണപ്പെട്ടിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അപകടത്തെക്കുറിച്ച് സൈന്യം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം സംഭവത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്ന് VD സതീശൻ. പ്രിയദർശിനി എന്നാണ് പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി നടപ്പിലാക്കാനാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി എന്ന പേരിൽ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്ന് VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി നടപ്പിലാക്കാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കും. ഇതിന്റെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷമായിരിക്കും മറ്റു ബസ്സുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിൽ സൗജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അംഗീകാരം നൽകാൻ തീരുമാനിച്ചു എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. VD സതീശൻ മുഖ്യമന്ത്രിയായ UDF മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇതു സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുകയും ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന്റെ പൂർണ്ണ ബാധ്യത സർക്കാർ വഹിക്കുമെന്നും അതിൽ ജീവനക്കാർക്ക് ആശങ്ക വേണ്ട എന്നും ഗതാഗത മന്ത്രി CP ജോൺ നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഏതൊക്കെ ബസ്സുകളിലാണ് സൗജന്യം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയ്ക്ക് അർഹതയുണ്ടാകും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യം നൽകും. ഓരോ ദിവസത്തെയും സ്ത്രീ യാത്രക്കാരുടെ വിവരങ്ങൾ KSRTC ശേഖരിക്കും. ഓരോ മാസവും യാത്രാ ചെലവ് വഴി ഉണ്ടാകുന്ന ബാധ്യത കണക്കാക്കി KSRTC സർക്കാരിനെ അറിയിക്കും. സ്ഥാപനത്തിനുണ്ടാകുന്ന ബാധ്യത സർക്കാർ നൽകും. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ വർഷം 750-800 കോടി രൂപ ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത്. മറ്റു ബസ്സുകളിലേക്കും സൗജന്യ യാത്ര വ്യാപിപ്പിച്ചാൽ 1300 കോടി രൂപ വേണ്ടിവരും. ഫാസ്റ്റ് മുതലുള്ള സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ സൗജന്യം അനുവദിക്കുന്നത് നിലവിൽ പരിഗണിച്ചിട്ടില്ല. വി ജോയിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തിരികെ കൊണ്ടുവരുന്നതിൽ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ വി ശിവൻകുട്ടിക്ക് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. ഇന്ന് നടക്കാനിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് വിവരം. ശാരീരിക ബുദ്ധിമുട്ടുകളാണ് കാരണമെന്ന് അവകാശപ്പെടുമ്പോഴും വി ജോയിയെ തിരികെ കൊണ്ടുവരുന്നതിലെ അതൃപ്തിയാണ് യഥാർത്ഥ കാരണമെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. വി ജോയിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തിരികെ കൊണ്ടുവരുന്നതിൽ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ വി ശിവൻകുട്ടിക്ക് അതൃപ്തി എന്ന റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് വി ജോയി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് AA റഹീം MPക്ക് താൽക്കാലിക ചുമതല നൽകുകയായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വി ജോയി തന്നെ സെക്രട്ടറിയായി തിരികെ എത്തണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെ അനുകൂലിക്കുന്ന നിലപാടിലാണ്. എന്നാൽ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ അതൃപ്തി വ്യക്തമാക്കുകയായിരുന്നു. IAS അഴിച്ചുപണിക്ക് പിന്നാലെ IPS ഉദ്യോഗസ്ഥരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റാൻ സംസ്ഥാന സർക്കാർ. മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പുതിയ സർക്കാരിന്റെ താൽപര്യത്തിനനുസരിച്ച് മാറ്റാനൊരുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചർച്ച നടത്തി. ജില്ലകളുടെ ചുമതല വഹിക്കുന്ന SP-മാർ മുതൽ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റുക. ADGP-മാരിൽ H വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമെന്ന സൂചന ശക്തമാണ്. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയും വെങ്കടേഷിനുണ്ട്. ദിനേന്ദ്ര കശ്യപ്, S ശ്രീജിത്ത്, P വിജയൻ എന്നിവരിൽ ഒരാൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ എത്തിയേക്കും. MR അജിത്കുമാറിനെ ബെബ്കോ ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് എക്സൈസ് മന്ത്രി M ലിജു ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമണത്തിനിരയായപ്പോൾ സ്ഥലത്തെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന തിരുവനന്തപുരം DCP തപോഷ് ബസുമതാരി ദേശീയ അന്വേഷണ ഏജൻസിയിൽ SP ആയി പോവുകയാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K കാർത്തികിന് പകരം അരുൾ B കൃഷ്ണ എത്തുമെന്നാണ് വിവരം. നിലവിൽ എറണാകുളം റേഞ്ച് DIG ആണ്. സർക്കാർ അധികാരമേറ്റിയ ഉടൻ പോലീസിൽ അഴിച്ചുപണി നടത്തണമെന്ന ആവശ്യം കോൺഗ്രസിലും UDF അനുകൂല പോലീസ് സംഘടനകളിലും ഉയർന്നിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തന്ത്രപ്രധാന പദവികളിൽ ഇരിക്കുന്നതിനാൽ അവർക്ക് UDF സർക്കാരിനോട് വിധേയത്വം കുറവായിരിക്കുമെന്നായിരുന്നു വാദം. ADGP-മാർ ഉൾപ്പെടെ ഉന്നത നേതൃത്വത്തിൽ പ്രകടമായ രാഷ്ട്രീയ വേർതിരിവില്ലെങ്കിലും ജില്ലകളുടെ ചുമതലയുള്ള SP-മാരടക്കമുള്ളവർ രാഷ്ട്രീയ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. പോലീസിലെ രഹസ്യാന്വേഷണ സേനയായ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതരായവരാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്ന മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ അസ്ടെക്ക സ്റ്റേഡിയത്തിലേക്കുള്ള പ്രധാന പാത ഉപരോധിച്ച് വൻ അധ്യാപക പ്രതിഷേധം. ടൂർണമെന്റ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചൊവ്വാഴ്ച മണിക്കൂറുകളോളമാണ് 5000-ത്തിലധികം വരുന്ന പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചത്.
ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചൊവ്വാഴ്ച മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ അസ്ടെക്ക സ്റ്റേഡിയത്തിലേക്കുള്ള പ്രധാന പാത ഉപരോധിച്ച് വൻ അധ്യാപക പ്രതിഷേധം. സഹ ആതിഥേയരായ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലേക്ക് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഒഴുകിയെത്തുന്നതിനിടയിലാണ് മെക്സിക്കോ തലസ്ഥാനത്തെ ഈ ആഭ്യന്തര സമരം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. CNDA അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം നടക്കാനിരിക്കുന്ന അസ്ടെക്ക സ്റ്റേഡിയത്തിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ വൻ പോലീസ് സന്നാഹവും കോൺക്രീറ്റ് ബാരിക്കേഡുകളും ഉപയോഗിച്ചാണ് തടഞ്ഞത്. 3 മണിക്കൂറിലധികം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ശേഷമാണ് അധ്യാപകർ പിരിഞ്ഞുപോയത്. അന്താരാഷ്ട്ര തലത്തിൽ മെക്സിക്കോയിലെ ആഭ്യന്തര സാഹചര്യം മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമുള്ള പ്രകടനമാണ് ഈ സമരമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. എന്നാൽ സമരം അടിച്ചമർത്താൻ പോലീസ് ബലം പ്രയോഗിക്കില്ല എന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന മത്സരം സുരക്ഷിതമായി നടത്തുമെന്നും സർക്കാർ ഉറപ്പു നൽകി. ശമ്പള വർധനവ് നടപ്പിലാക്കുക, നിലവിലെ പെൻഷൻ നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി അധ്യാപകർ സമരത്തിലാണ്. മെക്സിക്കോ സിറ്റിയിലെ ഫാൻ സോണിന് സമീപമാണ് ഇപ്പോൾ അധ്യാപകർ താൽക്കാലിക ക്യാമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്ന് അധ്യാപക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. ജൂൺ 1 ഇതേ പ്രദേശത്തുണ്ടായ പ്രതിഷേധത്തിന് നേരെ പോലീസ് റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർ വാതകവും പ്രയോഗിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോർത്തേൺ അയർലൻഡിൽ കുടിയേറ്റ വംശീയ സംഘർഷം പടരുന്നു. തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ സുഡാൻ സ്വദേശിയെ തദ്ദേശീയനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധാഗ്നി ആളിപ്പടരുന്നു. ബെൽഫാസ്റ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അക്രമികൾ വ്യാപകമായി തീവയ്പും നശീകരണ പ്രവർത്തനങ്ങളും തുടരുന്നു. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ മുൻനിർത്തി ബെൽഫാസ്റ്റിലെ എല്ലാ ബസ്, ട്രെയിൻ സർവീസുകളും അടിയന്തരമായി നിർത്തിവെച്ചു. UK-യിൽ NHS ജീവനക്കാർ ക്യാൻസർ ബാധിക്കാൻ ഇടയാക്കുന്ന ഫോർമാൽഡിഹൈഡ് ദിവസേന ഉപയോഗിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ഫോർമാൽഡിഹൈഡുമായി അമിത സമ്പർക്കം മൂലം മൂക്കിലും തൊണ്ടയിലും ക്യാൻസർ രൂപപ്പെടാനും കെമിക്കൽ വഴിയൊരുക്കുന്നതായി ഗവേഷണങ്ങൾ. അപകടകരമായ തോതിൽ കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരുന്നത് പതോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന NHS ജീവനക്കാർക്ക്. ആയിരക്കണക്കിന് NHS ജീവനക്കാർ ദിവസേന ഈ കെമിക്കലുമായി സമ്പർക്കത്തിൽ വരുന്നുവെന്ന് ആശങ്ക. ലണ്ടനിലെ കൗൺസിലുകൾ ഭവനരഹിത കുടുംബങ്ങളെ ദരിദ്ര പ്രദേശങ്ങളിലേക്ക് നിയമവിരുദ്ധമായി നാടുകടത്തുന്നതായി റിപ്പോർട്ട്. ബോൾട്ടൺ, ബ്ലാക്ക്പൂൾ, ഹാർട്ടിൽപൂൾ, കൗണ്ടി ഡർഹം തുടങ്ങിയ വടക്കൻ ഇംഗ്ലണ്ടിലെ ദരിദ്ര നഗരങ്ങളിലെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളെ. ലണ്ടനിലെ കടുത്ത ഭവന പ്രതിസന്ധിയും സ്വകാര്യ വാടക കയറ്റവും മൂലം വലയുന്ന കൗൺസിലുകൾ തങ്ങളുടെ ബാധ്യതകൾ ഒഴിവാക്കാനാണ് ഈ ക്രൂരത കാട്ടുന്നതെന്ന് സൂചന. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത്തരത്തിൽ ലണ്ടന് പുറത്തേക്ക് നിർബന്ധിതമായി മാറ്റപ്പെട്ട ഭവനരഹിതരുടെ എണ്ണം ഇരട്ടിയായതായി വിവരാവകാശ രേഖകൾ. കൗൺസിലുകൾ ഈ രഹസ്യ ഓപ്പറേഷൻ നടത്തുന്നത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയെന്നും ആക്ഷേപം. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണു. പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ച് അമേരിക്ക. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്യായമായ പ്രകോപനത്തിന് ആനുപാതികമായ മറുപടിയാണ് തങ്ങൾ നൽകുന്നതെന്ന് US സെൻട്രൽ കമാൻഡ്. ഹെലികോപ്റ്റർ തകർത്തത് ഇറാനാണെന്ന് ആരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപകടത്തിൽപ്പെട്ട 2 പൈലറ്റുമാരെയും രക്ഷപ്പെടുത്തിയെന്ന് സൂചന. മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങി US സൈന്യം. അമേരിക്കയിൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി $70 ബില്യൺ പ്രത്യേക ധനസഹായ ബിൽ പാസാക്കി US പ്രതിനിധി സഭ. ബിൽ അംഗീകാരം നേടിയത് 214-212 എന്ന നേരിയ ഭൂരിപക്ഷത്തിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പോടെ ഇത് നിയമമാകും. ബില്ലിന്റെ ലക്ഷ്യം ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ കുടിയേറ്റ അതിർത്തി സുരക്ഷാ ഏജൻസികളായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്നിവയ്ക്ക് ആവശ്യമായ ഫണ്ട് ഉറപ്പാക്കുക. റിപ്പബ്ലിക്കൻ പാർട്ടി ബിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാതെയും ബിൽ പാസാക്കാൻ കഴിയുന്ന റീകൺസിലിയേഷൻ നിയമ നടപടി ഉപയോഗിച്ചു. മധ്യപ്രദേശിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. മീനാക്ഷിയുടെ പത്രിക നിരസിച്ചത് തെലങ്കാനയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു എന്ന് ആരോപിച്ചു. നടപടി BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നുമില്ല എന്നും മീനാക്ഷി. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പശ്ചാത്തലം വ്യക്തമാക്കണമെന്ന നിയമത്തിന്റെ വിജയമാണിതെന്ന് പ്രതികരിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരും രാഷ്ട്രീയ വടംവലിയും കൂടുതൽ ശക്തമായി എന്ന് സൂചന. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസ് MP സുഷ്മിത ദേവ് രാജ്യസഭാംഗത്വം രാജിവെച്ചു. സുഷ്മിതയുടെ രാജി മമതയുടെ വിശ്വസ്തനായിരുന്ന സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് ഒരാഴ്ച തികയുന്നതിന് മുൻപ്. സുഷ്മിത ദേവ് 2021 തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് 2019 തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം. പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്കും വിമത നീക്കങ്ങളും ദേശീയ തലത്തിൽ തൃണമൂലിന്റെ പ്രതിച്ഛായയെയും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കരുത്തിനെയും ഗൗരവകരമായി ബാധിച്ചു. തൃണമൂൽ നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായത് വിമത നേതാവ് ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതോടെ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്ന് VD സതീശൻ.
അന്തിമ തീരുമാനമുണ്ടായത് ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കും. IAS അഴിച്ചുപണിക്ക് പിന്നാലെ IPS ഉദ്യോഗസ്ഥരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റാൻ സംസ്ഥാന സർക്കാർ. പുതിയ സർക്കാരിന്റെ താൽപര്യത്തിനനുസരിച്ച് മാറ്റാനൊരുങ്ങുന്നത് മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ. സ്ഥലം മാറ്റുക ജില്ലകളുടെ ചുമതല വഹിക്കുന്ന SP മുതൽ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ. ADGP-മാരിൽ H. വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.